നമ്മളിന്നിപ്പോൾ മുട്ട വെച്ചിട്ട് 26 ദിവസമായിട്ടുണ്ട്. നമുക്ക് ഇതിൽ ആകെ വിരിഞ്ഞ് കിട്ടിയത് ഒരു കുഞ്ഞ് മാത്രമാണ്. അത് അന്ന് ഒരു 17-ാം തീയതിയാണ് നമ്മൾ മുട്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ദിവസം കൊണ്ട് എന്തായാലും ഈ 21 ദിവസത്തിനുള്ളിൽ വിരിഞ്ഞ് കിട്ടേണ്ടുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭയങ്കര വിഷമമായിപ്പോയി, മുട്ടകളൊന്നും വിരിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ വിരിഞ്ഞിട്ടുള്ളൊരു കുഞ്ഞാണിത്. ഇതാണെങ്കിൽ നമ്മൾ ഒരാൾ മാത്രം വിരിഞ്ഞതുകൊണ്ട് ലക്കി എന്നൊക്കെ പേരൊക്കെ ഇട്ടിരുന്നു. മോനാണ് ലക്കി എന്നൊക്കെ പേരിട്ടത്. അപ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ലാതെ നിന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്കും അതും ചത്തുപോയിരുന്നു. ഭയങ്കര വിഷമമായിപ്പോയി. ആകെ കിട്ടിയ ഒരു കുഞ്ഞിനും അതും ചത്തുപോയതുകൊണ്ട് നല്ല വിഷമമുണ്ട്. നമുക്ക് ഓർഡർ ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ വെച്ചത്. അടയുള്ള കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇൻക്യുബേറ്ററിലോട്ട് വെച്ചത്. പക്ഷേ നമുക്ക് ഒരു കുഞ്ഞുങ്ങളെയും കിട്ടിയിട്ടില്ല ഇതുവരെ. ആകെ ഉള്ള ഒരു കുഞ്ഞിനെ കിട്ടിയതും നമ്മളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള മുട്ടകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ഒരു മുട്ട മാത്രമേ ഇങ്ങനെ കുലുങ്ങുന്നുള്ളൂ. ബാക്കിയുള്ള മുട്ടയ്ക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഒന്നും വിരിയുന്നതുമില്ല. ഇത്രയും ദിവസമൊക്കെ ആകുമ്പോൾ നമുക്കത് വിരിഞ്ഞ് കിട്ടേണ്ടുള്ളതാണ്. ഇതുവരെ നമ്മളിങ്ങനെ മുട്ട വെച്ചിട്ട് ഇങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ അടക്കോഴിക്ക് മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ വെച്ചതും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. താറാവിൻ്റെ മുട്ടയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇത്രയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ആ കുലുങ്ങിയ മുട്ട കൊണ്ടുവന്ന് ഉടച്ച് കളഞ്ഞപ്പോൾ ഇതുപോലെ കുഞ്ഞ് പുറത്ത് നല്ല രീതിയിൽ കുഞ്ഞ് വളർന്നിട്ടുണ്ട്. എങ്കിലും മുട്ടയ്ക്കകത്തിരുന്ന് എല്ലാം ചത്തുപോയിരിക്കുകയാണ്. ഇനി ഇരിക്കുന്ന മുട്ടകളും അങ്ങനെ ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ പൊട്ടിച്ച് നോക്കേണ്ട അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വലിയ സങ്കടമുണ്ട്. ഇത്രയും മുട്ട വെച്ചിട്ട് നമുക്കൊരു 5 കുഞ്ഞുങ്ങളെപ്പോലും നമുക്ക് കിട്ടിയില്ലല്ലോ. നമുക്ക് ഓർഡർ ചോദിച്ചിരുന്നവർ ഒരു 5 കുഞ്ഞിനെയാണ് ചോദിച്ചിരുന്നത്. അതും നമുക്ക് ഇപ്രാവശ്യം കൊടുക്കാൻ കഴിയില്ല. കാരണം നമുക്കിതിന് കുഞ്ഞുങ്ങളെ കിട്ടിയാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത തവണത്തേക്കൊക്കെ നമുക്കവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓഫാക്കിയിട്ടൊന്നുമില്ല. ചൂട് എല്ലാ സൈഡിലോട്ടും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മളത് ഓഫാക്കാതെ തന്നെ വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു 10-18 ദിവസമൊക്കെ ആകുമ്പം വിരിഞ്ഞ് തുടങ്ങുന്നതാണ്. ഇങ്ങനെ ഇതുവരെയും നമുക്ക് ഇത്രയൊക്കെ ഒന്നും വിരിയാതിരുന്നിട്ടില്ല. ഒരു മുട്ടയിലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അതും വിരിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. പിന്നെ ഈ ഇൻക്യുബേറ്ററിൽ 30 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. പക്ഷേ ഞാൻ 10-11 മുട്ടയെ വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത്രയും നഷ്ടമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. ആദ്യമൊക്കെ നമ്മൾ ഒരുപാട് തവണ വിരിയിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതിനായിട്ട്. ഇത് വിരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കളയാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മുട്ട വീണ്ടും വിരിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്.